20-ാം അധ്യായം 12 മുതൽ 13 വരെ വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഡാബി സെയിന്റ് ഗാബ്രിയേൽ മിഷൻ ഇടവക ദിനത്തിൽ സെയിന്റ് സെബാസ്റ്റ്യൻസ് കൂട്ടായ്മ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മറന്നുപോയ കടമ. നിങ്ങൾ ഏവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ തുടങ്ങട്ടെ. ഇതെന്റെ ഭാര്യ മറിയ. മറിയാക്കും 4 മക്കളുണ്ടായിരുന്നു. പുലിക്കുട്ടന്മാരെ പോലുള്ള 4 മക്കൾ. ആവശ്യത്തിന് വിദ്യാഭ്യാസവും നൽകി നല്ല ജോലിക്കാരുമാക്കി. മൂത്ത മകൻ അപ്പച്ചൻകുട്ടി, 2ാമത്തെ മകൻ മറീസ് കുട്ടി, 3ാമൻ ജോസ് കുട്ടി, 4ാമത്തെ മകൻ ദൈവവിളി കേട്ടുപോയി. അവന്റെ പേര് തോമസ് കുട്ടി. സമയാസമയങ്ങളിൽ 3 പേരുടെ വിവാഹവും കഴിഞ്ഞ് തോമസ് കുട്ടി വഞ്ചികനുമായി. അങ്ങനെ അവർക്ക് ഭാര്യയും കുഞ്ഞുമക്കളുമായി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചു ജീവിച്ചു. ഒരു ദിവസം അത് സംഭവിച്ചു. എല്ലാവർക്കും മാതാപിതാക്കളുടെ സ്വത്ത് വേണം. അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല, ഒരിറ്റ സ്നേഹം കൊടുക്കാൻ ആരുമില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയോ നിങ്ങൾ? അപ്പച്ചനും അമ്മച്ചിയും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കോ നിങ്ങൾ? മക്കളാണ് പോലും മക്കൾ. നിങ്ങളിങ്ങനെ ഒന്നും മിണ്ടാതിരുന്നതുകൊണ്ട് ഒരു തീരുമാനവും ആകില്ല. തോമസ് കുട്ടി എന്ത് പറഞ്ഞാൽ അനുസരിക്കാൻ ഞാൻ ഒരുക്കണമെന്നു. ഞങ്ങളും അതിന് തന്നെയാണ് വന്നേക്കണത്. ഞങ്ങളും അതിന് തന്നെയല്ലേ വന്നത്. നിങ്ങൾ 3 പേരുണ്ടല്ലോ, 10 ദിവസം വീതം അപ്പച്ചനെ അമ്മച്ചിയും നോക്കിയ പ്രശ്നം തീർന്നില്ലേ? ശരി, സമ്മതിച്ചു. വാ അപ്പച്ച, അമ്മച്ചി വാ, എന്റെ വീട്ടിലേക്ക് പോ. എന്ത് വേണം? എന്റെ കണ്ണയുടെ ചില്ല് 2 പൊട്ടിയിടാ. ഒന്നും മാറിത്തണ്ട. എന്തെങ്കിലും ഒന്ന് വായിക്കാനാ. പിന്നെ വായിച്ചു പഠിച്ച് പരീക്ഷ എഴുതാൻ പോണല്ലേ? അവിടെ എല്ലായിടത്തും പോയി അടങ്ങി വന്നിരിക്കപ്പ. ഒരു വായനക്കാരൻ വന്നിരിക്കുന്നു. എന്താ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കണത്? എന്ത് പറ്റി? ഒന്നുമില്ല ചേച്ചി, ഞാൻ പോയിട്ട് വരാം. ഒരു 10 ദിവസം കഴിഞ്ഞ് വന്നാ മതി. നാളെ വരാം. വേണ്ട, നീ കുറച്ച് ദിവസം അവധി എടുത്തോ. അല്ല, ഈ മുതുക്കി മുന്നിക്കേ കുതിരിക്കാനാ? അകത്തോട്ട് വാ, 100 കൂട്ടം പണിയുണ്ട്. എനിക്ക് സീരിയൽ കാണണം. എന്തോ? ജീവിതത്തില് ഒരുപാട് സന്തോഷിച്ചവരാടി ഞാൻ. എന്റെയും ജീവിതത്തിനിടയില് നക്ഷത്രങ്ങളായി പേരിറങ്ങിയ നന്മകളായിരുന്നു നമ്മുടെ ഒന്നുമകൾ. ആ മക്കള് ആവതില്ലാത്ത കാലം വന്നപ്പോ ഉറങ്ങാനും തുറക്കുക, മുഖത്ത് കാവൽ തുപ്പുക. എങ്ങനെയാ സഹിക്കുക? ഒന്ന് വിളിച്ചൂടെ? ഇവിടെ വന്നപ്പോഴും വലിയ തുടങ്ങിയ മഴക്ക ഇതിങ്ങനെ പോയാ എന്താ ഒരു തീരുമാനം? ഇന്നും കൂടി കഴിഞ്ഞ നമുക്ക് ഇവിടുന്ന് പോകാം. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. വിരുന്നുകാരനെ ഒടിക്കാൻ ഭാര്യയും ഭർത്താവും വഴക്കിട്ട കഥ. മക്കളെ കണ്ടും മറന്നു കണ്ടും കൊതിക്കരുതെന്ന കാരണവന്മാര് പറയണത്. മരിയെ, നീ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ജീവിതാന്തം വരെ ഒരു 3 പടിയായി താനും തണലുമായി ഞാനും തന്നിക്കൂടെ. 4 മക്കൾ കണ്ണുകൾ ജീവിച്ചിരിക്കെ നിന്നെ ഒരു അനാഥയാക്കാൻ എനിക്ക് വഴിയടി. വേഗം നടന്നോടി, വേഗം നടന്നോ. സൂര്യന്റെ ദുഃഖം വിട അമ്മക്കുട്ടി, ഡോണ്ട്
ഞാൻ പറഞ്ഞത് നീ മറന്നോ? ഗോ ഇൻസൈഡ്. എന്താ മോളെ, എന്താ കാര്യം? കാര്യം എന്താണെന്ന് ഞാൻ തന്റെയോട് പറഞ്ഞിട്ട് വേണോ? ചുമയും കൊരയും ഇല്ലാത്ത രോഗങ്ങളൊക്കെയുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകരും. ഡേർട്ടി ഫെല്ലോസ്. മോളെ, അപ്പന് മാരാരോഗമൊന്നുമില്ല. സാധാരണ ചുമയാ. അത് മാറിക്കൊള്ളും. മാറിക്കോളും. കുഴിയിൽ വെക്കണം. അച്ഛനും ചിന്തിരിക്കണം. അകത്തേക്ക് കയറിപ്പോ. എന്റെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ടല്ലോ, അവര് കാണണ്ട. കയറിപ്പോ. എന്താടാ, ഞങ്ങളെ അവര് കണ്ടാൽ കുറച്ചിലാണോ നിനക്ക്? ഈ അമ്മയുടെ ഒരു കാര്യം, അവർ വലിയ ആൾക്കാരാണോ? എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അവർ മറുപടി പറയാൻ പറ്റൂല. അവരെന്താടാ, മനുഷ്യന്മാരല്ലേ? അവർക്കും അപ്പനും ഉമ്മയും ഉണ്ടാവില്ലേ? ഓ, ഇതാ കുഴപ്പം. വാ തുറന്ന മണ്ടത്തരമേ പറയത്തുള്ളൂ. ദൈവത്തെ ഓർത്ത് അപ്പ ഒന്ന് അകത്തേക്ക് കയറിപ്പോ. ആരാ പോയത്? അപ്പനമ്മയോ? ചേച്ചി അല്ലല്ല, അതിവിടുത്തെ സർവന്റിന്റെ അപ്പനമ്മയല്ലേ. എന്റെ ഡാഡിയും മമ്മിയും അമേരിക്കയിലാ. ദ്രോഹി, സ്വന്തം അപ്പനെ അമ്മയും ജീവനോടെ കല്ലറയിലടക്കാൻ കൊതി കൊണ്ട് നിൽക്കുന്ന മൃഗമേ. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ? ഇത് കണ്ടോളിയേ, ഇവിടെ നെഞ്ചിലെ കോഴി മാറ്റാനാവാത്ത വിധം കോഴിയ ഒരു സത്യ. നീയൊക്കെ ജനിച്ചു അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾക്ക് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. കൈ വളരുന്നതും കാല് വളരുന്നതും നോക്കി നിന്ന് നിർത്തി കൊണ്ടിട്ടുണ്ട്. കണ്ടോടാ നിന്റെ ഒറ്റത്തല്ല. ഈ കണ്ണീരോട് കൊടുക്കുന്നത് കണ്ണീരല്ല, ചോരയാ ചോര. 10 മാസം ചുമകം നൊന്ത് പറ്റി വയറ്റുകളവല്ലോടാ മൃഗമേ നീ ചവിട്ടിയത്. ഇനി ഞങ്ങളിവിടെ നിന്ന് ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കണം. പിന്നെ എന്താ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. കാര്യം അറിയാമേ, പോകാൻ നമുക്ക്. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ അപ്പച്ചനമ്മച്ചി ഈ ചായ വിളിക്കും. എന്ത് പറ്റിയെന്തോ എന്ന് ആരെയും കണ്ടില്ല. ഞങ്ങള് രാവിലെ മുതല് പള്ളിമറ്റത്ത് ഇരിക്കണതാ. ഞാൻ പിതാവിനെ കാണാൻ എറണാകുളം വരെ ഒന്ന് പോയി. ഉച്ചയ്ക്ക് വരെ കഴിച്ചോ? എന്ന് ചോദിച്ചാ ഇല്ല, ഒന്നും കഴിച്ചില്ല. എന്റെ ദൈവത്തെ, രാവിലെ മുതൽ പൊട്ടിയായിരുന്നു. നിങ്ങളെല്ലാവരും എല്ലാം സംബന്ധിച്ച് പോയതല്ലേ? എന്നിട്ടെന്താ അപ്പനും അമ്മയും ആർക്കും വേണ്ടാത്ത പട്ടികളെ പോലെ ഈ പള്ളിമുറ്റത്ത് വൈകുന്നേരം വരെ പച്ചവെള്ളം പോലെ കുടിക്കാതിരുന്നത്? ഞാൻ കഴിഞ്ഞ മാസവും ഈ മാസവും 10 ദിവസം കൃത്യമായി നോക്കിയതാണ്. ഇന്ന് എന്റെ ദിവസമല്ല. ഞാനും കഴിഞ്ഞ മാസവും ഈ മാസവും 10 ദിവസം നോക്കി. ഇന്ന് എന്റെ ദിവസമല്ല. പിന്നെ ഇന്ന് എന്റെ ദിവസമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 10 ദിവസം ഇവർ എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഇന്ന് എന്റെ ദിവസമല്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും ഇന്ന് എന്റെ ദിവസമല്ല. എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഇന്ന് ആർക്കും വേണ്ടാത്ത അനാഥരാണ്. അപ്പനെയും അമ്മയെയും 10 ദിവസം നോക്കാൻ വീഴ്ചപ്പോ ഈ 31-ാം തീയതി മറന്നു. കഷ്ടം. തോമസുട്ടി, നീ വിഷമിക്കേണ്ട മോനെ. നീ വിചാരിച്ച ഞങ്ങളെ വല്ല അനാഥാലയത്തിലൊക്കെ കഴിയില്ലേ? എന്റെ ചേട്ടന്മാർക്കറിയോ ഈ അപ്പച്ചന്റെ അമ്മച്ചിനെയും കണ്ണീരിന്റെ വരാൻ? ഒരിക്കലും നിങ്ങൾ ഈ കണ്ണീരിന്റെ കണക്ക് പറയേണ്ടി വരും. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങളും പ്രായമാണ്. എന്നും ഇങ്ങനെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ? തോമസുട്ടി, അവരെ വഴക്ക് പറയേണ്ട. അവരുടെ മനസ്സ് വിഷമിക്കും. വാ, നമുക്ക് പോകാം. അപ്പച്ചനപ്പച്ചി അനാഥാലയത്തിലൊന്നും പോകണ്ട. എന്റെ വീട്ടിലേക്ക് പോരി. എന്തിന്? നിങ്ങൾ ടൂർ പോകുമ്പോൾ പുറത്തിട്ട് കൂട്ടാൻ, അതോ വേലക്കാരിയെ പറഞ്ഞു വിട്ട് അടിമകളെ പോലെ പണിയെടുപ്പിക്കാൻ, അത് കിട്ടിയതുപോലെ എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിച്ച് ഞെക്കാൻ വളർത്തുമൃഗത്തോട് കാണിക്കുന്ന കാരുണ്യമെങ്കിലും കാണിക്കാതിരുന്നില്ലേ നിങ്ങൾക്ക് ഇവരോട്? വേണ്ട മോനെ, വേണ്ട, ഒന്നും പറയണ്ട. ഇവിടെ കൂടെ ഞങ്ങളെ വിടല്ലേ. എന്റെ ചേട്ടന്മാരൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 എന്ന ഒരു ആക്ട് ഉണ്ട്. അത് പ്രകാരം ഒരു പരാതി ഇവർ നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ കോടതി വരാന്തയിൽ കിടന്ന് നരകം, ശിക്ഷയും കിട്ടും. വേണ്ട മോനെ, വേണ്ട. കേസ് കൊടുത്തു വരേണ്ടതില്ല. ഈ സ്നേഹവും സംരക്ഷണവും ഈ തിരിച്ചറിവ് എന്റെ സഹോദരന്മാർക്ക് ഇല്ലാതെ പോയത് ഇതുപോലെയുള്ള മാതാപിതാക്കൾ ഉള്ളതുകൊണ്ടാണ് മക്കൾ കോടതി കയറാത്തത്. അവരോട് ദൈവം ചോദിച്ചോളൂ. നമുക്ക് പോകാം. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. അത്
ഭാവി തലമുറയുടെ പരിശീലന കളരിയാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും പ്രഥമ അധ്യാപകരാണ് മാതാപിതാക്കൾ. അതിനാൽ സ്നേഹത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, സൗഹൃദത്തിന്റെ സന്മാതൃകകൾ പകരാൻ നമ്മുടെ കുടുംബങ്ങൾക്കാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ സർവേശ്വരന് ഇടമുണ്ടാകട്ടെ. അപ്പോൾ നാളെയുടെ പ്രതീക്ഷകളാകുന്ന ഇളം തലമുറയെ ലോകത്തിന് സമ്മാനിക്കാൻ നമ്മുടെ കുടുംബങ്ങൾക്കാണ്. നന്ദി, നമസ്കാരം.